KAS-ന്റെ 3 സ്ട്രീമുകളിലും സംവരണം ഉറപ്പാക്കുമെന്ന് മന്ത്രി A.K. ബാലൻ പറഞ്ഞു. ഇതിനായി ചട്ടം ഭേദഗതി ചെയ്യും. മുന്നോക്ക സമുദായങ്ങളിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം അടിയന്തരമായി നടപ്പാക്കും. എത്ര ശതമാനം വേണമെന്നും വരുമാന പരിധി എത്രയാകണമെന്നുമുള്ള കാര്യം LDF തീരുമാനിക്കുമെന്നും A.K. ബാലൻ പറഞ്ഞു. 3 സ്ട്രീമിലും സംവരണം ഉണ്ടാവും. സംവരണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. അതിനാവശ്യമായിട്ടുള്ള ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ ഭേദഗതിയും വരുത്തും. അതായത് അറ്റ് എനി കോസ്റ്റ് സംവരണം കംപ്ലൈ ചെയ്തിരിക്കും. അത് കാറ്റഗറിക്കലായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള സംവരണമാണ്. അപ്പോൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അത് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ ലാക്കാണ്. കേരള ഗവൺമെൻറ് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൽ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളും KER-ഉം ഭേദഗതി വരിച്ചാൽ മാത്രം മതി. ചട്ടത്തിൻ്റെ ഭേദഗതി മാത്രം മതി. പക്ഷേ അവരുടെ മാനദണ്ഡമായിരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അടിസ്ഥാനപരമായി മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവനായിരിക്കും സംവരണം കൊടുക്കുക. ഇവിടെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇൻകൺസിസ്റ്റൻസി ആയി വന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിനുള്ള എല്ലാ കോമ്പിറ്റൻസിയും ഉണ്ട്. RSS നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിൽ അമൃതാനന്ദമായി പങ്കെടുക്കരുതായിരുന്നുവെന്ന് മന്ത്രി A.K. ബാലൻ പറഞ്ഞു. അവിടെ നടന്നത് രാഷ്ട്രീയ പ്രേരിതമായ പ്രസംഗമായിരുന്നു. രാഷ്ട്രീയ വേദിയിൽ മൗനസാക്ഷിയാകേണ്ടി വന്നത് ഖേദകരമെന്നും A.K. ബാലൻ പ്രതികരിച്ചു. അത് മാത്രമല്ല, ആ സ്റ്റേജിൽ മന്ത്രിമാരെ എല്ലാം വിമർശിക്കുകയാണ് സന്യാസിമാർ. അത് അവരാലോചിക്കണം. മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ്. അമ്മ സാക്ഷിയുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വേദിയിൽ എല്ലാവരുടെയും അമ്മയായ അമ്മ ഇങ്ങനെയുള്ള ഈ പരാമർശങ്ങൾ നടത്തുന്ന വേദിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നോ? അപ്പോഴെങ്കിലും അതൊരു രാഷ്ട്രീയമായ മോട്ടിവേഷൻ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നേണ്ടതല്ലേ? മുഖ്യമന്ത്രി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സവർണ ലോബികളാണ് ശബരിമല സമരം ആസൂത്രണം ചെയ്തത്. ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള അവസാന ശ്രമങ്ങളിൽ ഒന്നായിരുന്നു അയ്യപ്പ ഭക്ത സംഗമം. അതെല്ലാവരും സവർണ ലോബികൾ, ചില ലോബികൾ പ്രത്യേകമായി കൂടി അവർ പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നാമജപത്തിനാണ്. ഇപ്പോഴും കുറെ ആളുകൾ തമ്പ്രാന്മാരും ഞങ്ങളെല്ലാം അടിയാന്മാരുമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാൽ അതിനോട് സഹകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി തന്ത്രി, ഈ 3 പേരും കൂടെ തീരുമാനിച്ചത്. ഈ സമരവുമായി അയ്യപ്പനെയും നാമജപവുമായിട്ട് നടന്നപ്പോൾ ഈ പറഞ്ഞ അവർണന ആയ ആളുകളെ എല്ലാം വിളിച്ചൊരു ആലോചിച്ചിട്ടാണ് തുടങ്ങിയത്. ഈ തുടങ്ങി 3 പേരെ കൊണ്ടല്ല തുടങ്ങിയത്. ആ തുടങ്ങി അത് മാർക്കറ്റ് ചെയ്ത് നോക്കി ആത്മീയത. അപ്പോൾ ആളിക്കത്തി. അപ്പോൾ എല്ലാം ചേർന്നു. അത് പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു. ഇതൊക്കെ ശരിയാണോ? ഈ പൊതുജനം എന്നും കരുതുകയാണെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കേരള ഗവൺമെന്റിന് ഒരു അപജയവും പറ്റില്ല ഈ വിഷയത്തിൽ. സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പാക്കി മുന്നോട്ടു പോകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശബരിമലയിൽ തിരുപ്പതി മോഡൽ വികസനം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. എന്താണ് LDF ഗവൺമെന്റ് അധികാരത്തിലേറിയാൽ ചെയ്യുമെന്ന് പറഞ്ഞത്? അതിലെത്രത്തോളമാണ് ചെയ്തത്? ഇങ്ങനെ പരിശോധിച്ചാൽ നല്ല രീതിയിൽ വാഗ്ദത്തം നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ LDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടുകാരോട് പറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്കാർക്കും നിരാശപ്പെടേണ്ടി വരുന്നില്ല. കൃത്യമായി ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കുകയും. കുടിയേറ്റ കർഷകർക്ക് ആശ്വാസവുമായി ഇടുക്കി ജില്ലയിൽ ഇന്ന് പട്ടയമേള. കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ 6000-ലധികം കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുകയാണ്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലയോര കർഷകരുടെ ചിരകാല സ്വപ്നം പൂർണ്ണയിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലയിൽ പട്ടയമേള പുരോഗമിക്കുന്നത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മേള ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടുക്കി ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള അദ്ദേഹമായിരുന്നു അധ്യക്ഷത വഹിച്ചത്. ഇപ്പോൾ പട്ടയമേള പുരോഗമിക്കുകയാണ്. ജില്ലയിൽ ഏറെ സങ്കീർണ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറെ സങ്കീർണതകൾ നിലനിൽക്കുന്ന മാന്നാംകണ്ടം വില്ലേജിലെ 100-ലധികം
കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ഈ പട്ടയമേളയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ നിരവധി നിയമപ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഭൂപ്രശ്നങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം തന്നെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുകയും അതിനുശേഷമാണ് ഇപ്പോൾ ഈ പട്ടയമേളയിൽ മണ്ണാങ്കണ്ടം വില്ലേജിലുള്ള കുടുംബങ്ങൾക്ക് ഈ പട്ടയങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. 4 പതിറ്റാണ്ടായിക്കൊണ്ട് അവർ നിയമ പോരാട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇടുക്കി വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 മേഖലയിലുള്ള ഏതാനും കുടുംബങ്ങൾക്ക് കൂടി പട്ടയം നൽകാനുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കൂടി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 29-ന് തിരുവനന്തപുരത്ത് യോഗം ചെയ്യുന്നുണ്ട്. ആ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം പരിഗണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി. എന്തായാലും മേള ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വിതരണം ചെയ്യുന്നത് 6065 പട്ടയങ്ങളും 179 വനാവകാശ രേഖകളുമാണ്. ആദ്യ 2 ഘട്ടങ്ങളിൽ ജില്ലയിൽ നടന്ന ആദ്യ 2 ഘട്ടങ്ങളിലായിക്കൊണ്ട് 14,354 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ 3ാമത്തെ പട്ടയമേളയാണിത്. ഇന്നത്തെ ഈ വിതരണം കൂടി പൂർത്തിയാകുമ്പോൾ 20,419 കുടുംബങ്ങൾക്കാണ് ഉപാധിരഹിത പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ പട്ടയമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഇപ്പോൾ സമീർ നൽകിയത്. എംപാനലുകാർ പിൻവാതിലിലൂടെ വന്നവരല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. PSCയുടെ പരാമർശം ദൌർഭാഗ്യകരമാണ്. സർക്കാർ ഏജൻസിയായ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ വന്നവരാണിവർ. PSCയുടെ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എംപാനൽ ജീവനക്കാർ പിൻവാതിലിലൂടെ ജോലി നേടിയവരാണ് എന്നൊരു പരാമർശമുണ്ടായിരുന്നു. അത്തരമൊരു പരാമർശം PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ കോടതിയെ സമീപിച്ച എംപാനൽ ജീവനക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം KSRTCയിൽ ജീവനക്കാരായി മാറിയവരാണ്. ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് ശ്രമിക്കുന്നതാണ്. ആ ദൗർഭാഗ്യകരമായ പരാമർശം ഒഴിവാക്കണം എന്ന കാര്യം അവർ നിയമാനുസൃതം വന്നവർ തന്നെയാണ് എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശിവസേനയുടെ തീരുമാനം. 25 സീറ്റുകളിൽ ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഉത്തർപ്രദേശിലെ BJP സഖ്യകക്ഷിയായ SBSPയെ ഒപ്പം നിർത്താനും ശിവസേന ശ്രമിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത് ചേരുകയാണ്. ശരത്, ഇപ്പോൾ BJPയുടെ തീവ്ര ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാവുന്ന ഒരു തീരുമാനം ഇപ്പോൾ ശിവസേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ജിജി, ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് BJPക്ക് കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ശിവസേനയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 25 സീറ്റുകളിൽ ഉത്തർപ്രദേശിൽ ശിവസേന മത്സരിക്കുമെന്നാണ് ശിവസേനയുടെ നേതാവായ സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശിവസേനയുടെ സ്ഥാപകനായ ബാലസാഹിബ് താക്കറെയുടെ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സിനിമയുടെ പ്രചരണാർത്ഥം ലക്നൌവിലെത്തിയതായിരുന്നു സഞ്ജയ് റാവത്ത്. അവിടെ വച്ചായിരുന്നു ഈ ഒരു നിർണായകമായ പ്രഖ്യാപനം ശിവസേന നടത്തിയത്. നേരത്തെ വിവിധ വിഷയങ്ങളിലെ BJP നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന തീരുമാനിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ BJP സഖ്യകക്ഷിയായിട്ടുള്ള SBSPയെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങളും ശിവസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നാക്ക സംവരണ വിഷയത്തിൽ നിലവിൽ BJPയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് SBSP. മുന്നണി വിടുമെന്ന് ഉൾപ്പെടെ SBSPയുടെ നേതാവായ ഓംപ്രകാശ് രാജ്ഭർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ശിവസേനയുടെ പ്രഖ്യാപനം പ്രാവർത്തികമാവുകയാണ് എങ്കിൽ BJPക്ക് ഉത്തർപ്രദേശിൽ കടുത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അയോധ്യ വിഷയത്തിൽ BJPയുടെ ഒളിച്ചുകളിയിൽ നേരത്തെ തന്നെ തീവ്ര ഹിന്ദു സംഘടനകൾക്ക് വലിയ അമർഷമുണ്ട്. അതേസമയം ശിവസേനയാകട്ടെ ഉടൻ ക്ഷേത്രം വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശിവസേന മത്സരിക്കുകയാണ് എങ്കിൽ BJPയുടെ തീവ്ര ഹിന്ദു വോട്ടുകളിൽ വലിയ ഒരു ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ SBSPയിലൂടെ BJPക്ക് ലഭിക്കുന്ന പിന്നാക്ക വോട്ടുകളിലും ഒരു കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് BJP ശിവസേനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ശിവസേന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ശരത് നൽകിയത്.
വോട്ടിംഗ് മെഷീൻ ക്രമക്കേടിനെ കുറിച്ചുള്ള ഹാക്കറുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. മരണത്തെക്കുറിച്ച് റോ അന്വേഷിക്കണമെന്ന് അനന്തരവനും എൻസിപി നേതാവുമായ ധനഞ്ജയ മുണ്ടെ ആവശ്യപ്പെട്ടു. 2014 മോദി അധികാരത്തിലെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ദില്ലിയിൽ നടന്ന വാഹനാപകടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടത്. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഒരു മാസം മാത്രമുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 2014 ബിജെപി അധികാരത്തിലെത്താൻ ഇവിഎം ക്രമക്കേട് നടത്തിയെന്നാണ് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടിയ ഹൈദരാബാദ് സ്വദേശിയായ സയ്യിദ് ഷുജ എന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ. ഹാക്കിങ്ങിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ബിജെപി മുതിർന്ന നേതാവും മോദി മന്ത്രിസഭയിൽ പഞ്ചായത്ത് രാജ് മന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടത്. ഹാക്കറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവനും എൻസിപി നേതാവുമായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടു. റോയോ സുപ്രീം കോടതി ജസ്റ്റിസോ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. 2014 മെയ് 26 പഞ്ചായത്ത് രാജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുണ്ടെ ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ 3 ദില്ലിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോകും വഴി സിഗ്നൽ ലൈറ്റ് തെറ്റിച്ചെത്തിയ ഒരു ടാക്സി ഗോപിനാഥ് മുണ്ടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം ആസൂത്രിതമാണെന്നും സിബിഐ അന്വേഷിക്കണമെന്നും മകളും അന്ന് മഹാരാഷ്ട്രയിൽ വനിതാ ശിശു മന്ത്രിയുമായിരുന്ന പങ്കജ് മുണ്ടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ പരാതി പിൻവലിച്ച പങ്കജ മുണ്ടെ വിഷയത്തിൽ മൗനത്തിലായി. പിന്നീട് ഇവരെ ലോക്സഭയിലേക്ക് ബിജെപി വിജയിപ്പിക്കുകയും ചെയ്തു. ഇവിഎം ഹാക്കിംഗുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മുണ്ടയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച NIA ഉദ്യോഗസ്ഥൻ തൻസിൽ അഹമ്മദും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അതേസമയം ഇവിഎം ക്രമക്കേട് കോൺഗ്രസിന്റെ നുണയെന്ന് അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിവിപാറ്റ് മെഷീനുകൾ എല്ലാ ഇവിഎമ്മുകൾക്കൊപ്പം സ്ഥാപിച്ചു മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ ഹാക്കർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അട്ടിമറി ആരോപണം തള്ളുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ നിയമ സെക്രട്ടറിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷ് ചന്ദ്രയെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാക്കി നിയമിച്ച നടപടി വിവാദമാകുന്നു. അപേക്ഷ പോലും നൽകാതെയാണ് സുരേഷ് ചന്ദ്രയെ വിവരാവകാശ കമ്മീഷണറാക്കിയതാണ് വിവാദത്തിന് വഴിവെച്ചത്. സർക്കാർ നടപടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വിവരാവകാശ പ്രവർത്തകർ പറഞ്ഞു. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷ് ചന്ദ്രയെ 2019 ജനുവരി 1 കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു. ഈ നിയമനമാണ് വിവാദമായത്. അപേക്ഷ പോലും നൽകാതെ സുരേഷ് ചന്ദ്രയെ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിയമിച്ചതിലെ ദുരൂഹതയാണ് വിവാദത്തിന് പിന്നിൽ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം 280 അപേക്ഷകരിൽ സുരേഷ് ചന്ദ്രയുടെ പേരില്ല. എന്നാൽ അവസാന 14 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ചന്ദ്രയെ ഉൾപ്പെടുത്തി നിയമനം നടത്തുകയായിരുന്നു. സംഭവം വിവാദമായതോടെ താൻ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സുരേഷ് ചന്ദ്ര സമ്മതിച്ചു. ഉന്നതതല ക്വാസി ജുഡീഷ്യൽ സംവിധാനമായതിനാൽ ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാറില്ലെന്നാണ് കാരണമായി ചന്ദ്ര പറയുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് നൽകിയ സത്യവാങ്മൂലം പ്രകാരം അപേക്ഷകരിൽ നിന്നാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനാൽ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഈ നിയമനത്തിൽ ക്രമക്കേട് ഉണ്ടെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ വാദം. സർക്കാരിന്റെ നടപടി കോടതി ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഘടകകക്ഷികളുടെ ന്യായമായ ആവശ്യങ്ങൾ എപ്പോഴും പരിഗണിച്ചിട്ടുണ്ടെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. കേരള കോൺഗ്രസ് 2 സീറ്റ് ചോദിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സീറ്റ് വിഭജനം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. 29-ന് രാഹുൽ കേരളത്തിലെത്തും. അതിനുശേഷമായിരിക്കും ചർച്ചകൾ നടക്കുന്നത്. PC ജോർജിന്റെ അപേക്ഷ KPCC പരിഗണിക്കും. നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് തന്നെയാണ് എന്നും ബെന്നി ബെഹനാൻ പ്രതികരിച്ചു. മുന്നണിയിൽ സീറ്റ് വിഭജനം ഒരു തർക്കമേ ഉണ്ടാകില്ല. പ്രാഥമികമായി നടന്ന ചർച്ചകളിൽ ചില അഭിപ്രായങ്ങൾ വന്നു എന്നതല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും കീഴ്വഴക്കവും അനുസരിച്ച് സീറ്റ് വിഭജനം നടക്കും. ഒരു പ്രശ്നവുമില്ലാതെ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം അടുത്ത 2 ആഴ്ചകളിൽ പൂർത്തീകരിക്കും. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ, മുന്നണിക്ക് അതൊരു പാരമ്പര്യമുണ്ട്. ഒരു പാർട്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കാൻ, സീറ്റുകൾ തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അപ്രമാദിത്വം കാണിച്ച് ഏതെങ്കിലും സീറ്റുകൾ കൈക്കലാക്കാൻ
ഇന്ന് വരെ ജനാധിപത്യ മുന്നണിയിൽ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല, കീഴ്വഴക്കം ഉണ്ടായില്ല. അതിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് സമാധാനപരമായി ഈ സീറ്റ് വിതരണം പൂർത്തീകരിക്കും. ഇപ്പം നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പം അതിനെക്കുറിച്ച് ചർച്ച വന്നിട്ടില്ല, ഒരു ചർച്ചയും വന്നിട്ടില്ല. എന്തോ ഞങ്ങൾ ഒരു സീറ്റും വിട്ടുകിട്ടണമെന്ന് കോൺഗ്രസ് പറയുന്നില്ല. ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ആവശ്യം. ഒരു സ്ഥലത്ത് വിട്ടുകൊടുക്കേണ്ട വേറെ സ്ഥലത്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു സീറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത്. ഫെബ്രുവരി പകുതിയോടെ ആരംഭിക്കുന്ന ഇടതുമുന്നണി ജാഥയുടെ ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നതിന്റെ ഭാഗമായി മേഖലാ പാർട്ടി ക്ലാസുകൾ നടത്താൻ നിർവാഹക സമിതി യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം തുടർ പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്യും. ആലപ്പാട് ഖനന വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കെ ഇതും എക്സിക്യൂട്ടീവിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. കെഎസ്ആർടിസി എംപാനൽ നിയമനത്തിൽ താൽക്കാലികക്കാരെ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെന്ന് കെഎസ്ആർടിസി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. വിവിധ കാരണങ്ങളാൽ സ്ഥിരം ജീവനക്കാർ അവധിയെടുത്തേക്കാം. ആകസ്മികമായ കാരണങ്ങൾ കൊണ്ട് അവധിയെടുക്കുമ്പോൾ അത് സർവീസിനെ ബാധിക്കും. അതിനാൽ എംപാനലുകാരുടെ ഒരു പൂൾ നിലനിർത്തേണ്ടി വരുമെന്നും കെഎസ്ആർടിസി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ വാദത്തിനിടെയാണ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം കെഎസ്ആർടിസി ഒഴിവുകൾ നിയമപരമായി നികത്തണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയാൻ കർശന നടപടി വേണമെന്ന് ജ്വല്ലറി ഉടമകൾ പറഞ്ഞു. നികുതി നൽകിയുള്ള സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ബോധവൽക്കരണം സംഘടിപ്പിക്കണം. ബില്ലില്ലാതെ ആഭരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ എം.പി. അഹമ്മദ് പറഞ്ഞു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഞങ്ങളുടെ ഒരു മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 70 to 80% അൺഅക്കൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്, നികുതി വെട്ടിപ്പാണ്. ഇതിൻ്റെ പ്രധാന കാരണം കള്ളക്കടത്ത് സ്വർണം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റമേഴ്സിനോട് സംസാരിക്കും 3% GST ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീടാന്തരം എത്തിക്കുന്ന ഒരു വലിയ മാഫിയകൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കുറേ ബംഗാളീസിനൊക്കെ വീട്ടിലിരുത്തി കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണം പെട്ടെന്ന് സ്വർണ്ണാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പരിശോധിച്ചിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുക. എന്നതിന് ശേഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധനകൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നടത്തുക. താഴെ മുതൽ മേലെ വരെ ശക്തമായ പരിശോധന, അതെല്ലാ ഏജൻസിനെയും ഉപയോഗപ്പെടുത്തുക. കള്ളക്കടത്ത് നല്ലൊരു ശതമാനം കുറയ്ക്കാൻ പറ്റും. പ്രവാസിയും ന്യൂയോർക്ക് സിറ്റി പബ്ലിക് വർക്ക്സ് ഡയറക്ടറുമായ ആൻഡ്രൂ പാപ്പച്ചന്റെ ഏറ്റവും പുതിയ പുസ്തകമായ സോഫിയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം വിൻസർ രാജധാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ അംബാസിഡർ TP ശ്രീനിവാസനിൽ നിന്നും വേൾഡ് മലയാളി കൌൺസിൽ മുൻ ചെയർപേഴ്സൺ ലേഖ ശ്രീനിവാസൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പ്രഭാത് ബുക്ക് ഹൌസാണ് പ്രസാധകർ. ചടങ്ങിൽ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ഡോക്ടർ ബാബു പോൾ, പ്രഭാത് ബുക്ക് ഡയറക്ടർ M ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 1973 അമേരിക്കയിൽ ജീവിതം ആരംഭിച്ച ആൻഡ്രൂ പാപ്പച്ചൻ കോട്ടയം കൊല്ലാട് സ്വദേശിയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് A ടീമുകളുടെ ഏകദിന പരമ്പരയ്ക്ക് തിരുവനന്തപുരം സ്പോർട്സ് ഹബ്ബിൽ നാളെ തുടക്കമാകും. 5 മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്നുള്ളത്. ഇന്ന് ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിജി, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ ചരിത്രത്തിലെ 3ാമത്തെ രാജ്യാന്തര മത്സരത്തിനാണ് നാളെ തുടക്കമാകുന്നത്. ഇന്ത്യ A ടീമും അതുപോലെ തന്നെ ഇംഗ്ലണ്ട് A ടീമും തമ്മിലുള്ള 5 ഏകദിന പരമ്പരകളാണ് നടക്കുന്നത്. ഈ ഒരു ഏകദിന പരമ്പര ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ വരുന്ന മെയ് മാസത്തിൽ ലോകകപ്പ് നടക്കുകയാണ്. ഈ ലോകകപ്പിന് വേണ്ടുന്ന ടീമിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ നടക്കുന്ന ഇവരുടെ കളിക്കാരുടെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടാകും അവർക്ക് ലോകകപ്പ് ടീമിലേക്കുള്ള ഒരു എൻട്രി ലഭ്യമാകുക. ഇതിൽ തന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാർ ഇന്ത്യൻ ടീമിലേക്ക് ലോകകപ്പ് ടീമിലേക്ക് സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രകടനം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അജിങ്ക്യ രഹാനെ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ എന്നീ കളിക്കാരുടെയാണ്. ഈ കളിക്കാരെല്ലാം തന്നെ നാളത്തെ മത്സരങ്ങളുണ്ട്. ഈ നാളെ മുതൽ തുടങ്ങുന്ന മത്സരത്തിൽ 23, 25, 27, 29, 31 ഈ 5 ദിവസങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ആദ്യത്തെ 3 മത്സരങ്ങളിൽ ഇന്ത്യൻ A ടീമിനെ നയിക്കുന്നത് അജിങ്ക്യ രഹാനെയാണ്. ആ അജിങ്ക്യ രഹാന ഇന്ത്യക്ക് വേണ്ടി ഏറെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രഹാന വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ അജിങ്ക്യ രഹാനയ്ക്ക് ലോകകപ്പിൽ
ഇന്ത്യൻ ടീമിലേക്ക് ഇടം കിട്ടുമെന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതോടൊപ്പം തന്നെ യുവനിരയുടെ ഒരു കരുത്തുമായി വേൾഡ് കപ്പിലേക്ക് ഇറങ്ങാൻ നോക്കിയിരിക്കുന്ന ഇന്ത്യക്ക് മറ്റ് കളിക്കാരുടെ പ്രകടനം കൂടി ഇവിടെ ശ്രദ്ധേയമായി വരുന്നു. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഋഷഭ് പന്ത്, കൃണാൽ പാണ്ഡ്യ തുടങ്ങിയ കളിക്കാരുടെ പ്രകടനം കൂടി ഇവിടെ വിലയിരുത്തപ്പെടും. ഇതിനായി തന്നെ ഇപ്പോൾ ഇന്ത്യൻ ടീം സെലക്ടേഴ്സും നാളത്തെ മത്സരങ്ങൾ നിരീക്ഷിക്കുന്നതിന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഇന്ന് രാവിലെ 9 മണി മുതൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമാണ് ഇപ്പോൾ ഈ പരിശീലനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് എ ടീമുകളുടെ ഏകദിന പരമ്പരയ്ക്ക് തിരുവനന്തപുരം സ്പോർട്സ് ഹബിൽ നാളെ തുടക്കമാകും. 5 മത്സരങ്ങളുടെ പരമ്പരയാണുള്ളത്. ഇന്ന് ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തും. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്.